നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിന് യാത്ര ചെയ്യാൻ വാങ്ങിയ ആഡംബര ബസ് ബംഗളൂരുവിൽ പോയി 2 മാസം പിന്നിട്ടിട്ടും യാതൊരു വിവരവുമില്ല. 1.25 കോടി രൂപയ്ക്ക് ക്യാബിനറ്റ് ഒന്നടങ്കം സഞ്ചരിക്കാനാണ് അത്യാഡംബര രീതിയിൽ തയ്യാറാക്കിയ നവകേരള ബസ് വാങ്ങിയത്. നവകേരള സദസ്സ് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി ബസ് വാടകയ്ക്ക് നൽകും എന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ബസ്സിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത അവസ്ഥയിലായി. 2023 നവംബർ 18-നാണ് നവകേരള സദസ്സ് കാസർഗോഡ് നിന്നും യാത്ര തിരിച്ചത്. മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ബസ്സിൽ കയറുന്നതിന് വേണ്ടി ലിഫ്റ്റും ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം, ഏത് ദിശയിലേക്കും കറങ്ങാവുന്ന കസേരകൾ, ക്ഷീണം നേരിട്ടാൽ കിടന്നുറങ്ങാവുന്ന കിടക്കകൾ ഇവയൊക്കെ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ നിയമസഭാ മണ്ഡലത്തിലും യാത്ര ചെയ്താണ് നവകേരള ബസ് അവസാനിച്ചത്. സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് അത്യാഡംബര ബസ് വാങ്ങിയത് സംബന്ധിച്ച് വിവാദമുയർന്നിരുന്നു. ഇതോടെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിന് നൽകും, കല്യാണ ആവശ്യങ്ങൾക്കും വാടകയ്ക്ക് നൽകും, KSRTCക്ക് ബജറ്റ് ടൂറിസത്തിന് നൽകും എന്നൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ബസ്സിൽ 25 സീറ്റുകളെയുള്ളൂ എന്നതിനാൽ KSRTCക്ക് ബജറ്റ് ടൂറിസം സർവീസിന് നൽകാൻ സാധിക്കില്ല. AC ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അനുയോജ്യമല്ല. അതിനാൽ വിനോദയാത്ര, തീർത്ഥാടനം, വിവാഹം തുടങ്ങിയവയ്ക്ക് നൽകാൻ ആലോചന തുടങ്ങി. ഇതിലേക്കായി ബസ്സിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം. അതിനായി ബസ് വീണ്ടും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. ബംഗളൂരുവിലെ SM കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസിന്റെ ബോഡി നിർമ്മിച്ചത്. ചോക്ലേറ്റ് നിറത്തിൽ ഗോൾഡ് വരകളോടുകൂടിയുള്ള ഡിസൈനാണ് ബസ്സിന് നൽകിയത്. ബസ്സിന് പുറത്ത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന കേരള ടൂറിസത്തിന്റെ ടാഗ് ലൈനും ഇംഗ്ലീഷിൽ നൽകിയിരുന്നു. എന്നാൽ KSRTCക്കാണ് ബസ് നിർമ്മിച്ചു നൽകിയതെങ്കിലും എംബ്ലം മാത്രമാണ് കോർപ്പറേഷന്റെ വകയായിട്ടുള്ളത്. ബസ് ബംഗളൂരുവിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി 2 മാസം പിന്നിട്ടിട്ടും യാതൊരു വിവരവുമില്ല. ബസ് വാങ്ങിക്കാൻ ചിലവായ 1.25 കോടി രൂപ 6 മാസം കൊണ്ട് വാടകയ്ക്ക് നൽകി വരുമാനമുണ്ടാക്കുമെന്ന് പറഞ്ഞതും വെറുതെയായി.